കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഋതുസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നതുണ്ടല്ലോ, എൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ടല്ലോ കുറച്ച് കൃഷി വിശേഷങ്ങളുമായിട്ടാണ്. ഞാനിതിനു മുമ്പ് നിങ്ങളെ കാണിച്ചു തന്ന എൻ്റെ മുളക് ചെടിയാണ്, കണ്ടോ, നിറച്ച് കായകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുളകൊക്കെ നമുക്ക് പഴുത്ത് നിൽപ്പുണ്ട്. അതിന് നമുക്ക് വിളവെടുക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മംഗലാപുരം ഊരുവെണ്ടയുണ്ടല്ലോ, അതിൻ്റെ വിളവെടുക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. പിന്നെ നമ്മുടെ പച്ചമുളക് കൃഷിക്ക് പറ്റിയ കുറച്ച് ടിപ്സുകളും ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. അപ്പം നിങ്ങളെ ഞാനന്ന് എപ്സം സാൾട്ട് അടിച്ച് കാണിച്ചില്ലേ, ഇലകൾ മഞ്ഞിച്ചിരുന്നപ്പം കണ്ടോ, അത് പുതിയതായി പഴയ ഇലകളൊക്കെ കണ്ട മഞ്ഞിച്ച് തന്നെ ഇരിപ്പുണ്ട്. കണ്ടോ, പുതിയതായിട്ട് വരുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ, നല്ല പച്ച കളറിൽ തന്നെ വരുന്നുണ്ടോ. പിന്നെ അതിൽ പൂവുകളൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. പിന്നെ നോക്കിക്കേ, ഇതേ നമ്മുടെ തക്കാളികളൊക്കെ ഉണ്ടല്ലോ വലുതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെയുണ്ട്. മഴയായത് കാരണം ഉണ്ടല്ലോ കായൊക്കെ വളരെ കുറവാണ്. ഇത് വേറൊരു ചെടിയിലെ കായാണ്, ആദ്യത്തെ കായ കേട്ടോ, കുഞ്ഞതായിട്ടേ ഉള്ളേ. ഇത് എന്തിൻ്റെ ചെടിയാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇത് ഞാനേ നമ്മുടെ പച്ചമുളകിന് പച്ചക്കറി വേസ്റ്റ് ഇട്ടപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അകത്തുനിന്ന് വീണ് കിളിച്ചാണ്. ഇതാണ്ട് പൂക്കളൊക്കെ ഉണ്ടെങ്കിലും മത്തനാണോ എന്നറിയത്തില്ല. ഏതായാലും നല്ലതായിട്ട് വള്ളിയൊക്കെ വീശി ഇഷ്ടംപോലെ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു മുളക് ചെടിയായിരുന്നേ. അതിൻ്റെ മണ്ടയ്ക്കൊരു ചെറിയ കുരുടിപ്പ് കണ്ടപ്പോഴത്തേക്കിനുണ്ടല്ലോ ഞാൻ അതിൻ്റെ മണ്ട നുള്ളി വിട്ടതാണ്. നോക്കിക്കേ, എന്തുമാത്രം ശിഖരങ്ങളാണ് വന്നേക്കുന്നതെന്ന് നോക്കുക, കണ്ടോ. പിന്നെ കണ്ടോ, അതിലൊരു മുളകും പിടിച്ചു, കണ്ടോ. അത് നോക്കിക്കേ, ഒരു മുളകും ഉണ്ട്, കണ്ടോ. ഇത് കണ്ടോ, നമ്മുടെ മുളകുകളൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് പിച്ചി എടുത്തില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ചെടിക്ക് തന്നെ ഇതൊരു ഇതാണ്. ഈ പാകമാകുന്ന, അതായത് വിളഞ്ഞതും പഴുത്തതുമായിട്ടുള്ള ഈ പച്ചമുളകും കാന്താരി എല്ലാം നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിലുണ്ടല്ലോ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ വളർച്ച മുരടിച്ച് പോവേ. അപ്പം നമ്മൾ വിളവെടുക്കുന്നതിനനുസരിച്ചുണ്ടല്ലോ ഇതിൽ കായ്ഫലം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുവേ. ഇതെൻ്റെ അടുക്കളത്തോട്ടത്തിലെ ബുള്ളറ്റ് മുളകാണ്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ മുളകുകളുണ്ട്. ഇതിൽ നിന്ന് ഇപ്പം തന്നെ ഞാൻ ഒത്തിരിയും മുളകുകൾ പറിച്ച്, എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ പഴുത്ത് വരുന്ന മുളകുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറിച്ചെടുക്കുവേ. പിന്നെ നമ്മൾ മുളകുകൾ പറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ചിലരതിൻ്റെ ഞെടുപ്പ് അവിടെ നിർത്തിയിട്ട് മുളക് മാത്രം നമ്മൾ ഇറുത്തെടുത്തുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മുടെ മുളക് ചെടിക്ക് അത് വളരെ ദോഷമുള്ളൊരു കാര്യമാണ്. എപ്പോഴാണെങ്കിലും നമ്മൾ ആ മുളക് ഞെട്ടോടെ പറിച്ചെടുത്താൽ മാത്രമേ ഉണ്ടല്ലോ ഇതുപോലെ ആ ശിഖരത്തിൽ നിന്ന് പിന്നെ ഒത്തിരി ബ്രാഞ്ചസ് പൊട്ടിയിട്ട് അതിലെല്ലാം പൂക്കളായിട്ടായിരിക്കും വരുന്നത്. കണ്ടോ, ഞാൻ ഇവിടെ നിന്നൊക്കെ മുളക് പറിച്ചെടുത്തതാണ്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ച തൈയാണ്. സിറ മുളകിൻ്റെ തൈയാണെന്ന് പറഞ്ഞ് അവർ നമുക്ക് തന്നതാണ്. പക്ഷേ കണ്ടോ, അതുകൊണ്ട് മുളകുണ്ടാകുന്നതെല്ലാം മണ്ടയ്ക്കോട്ട് നിൽക്കുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. ഇതെൻ്റെ വെള്ളക്കാന്താരിയുടെ ചെടിയാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഇഷ്ടംപോലെ പുതിയ പുതിയ ശിഖരങ്ങൾ പൊട്ടണമെങ്കിലുണ്ടല്ലോ നമ്മൾ ഇതിന് നന്നായി രീതിയിൽ വിളവെടുത്താലേ പറ്റത്തുള്ളൂ. നമുക്കിതിൽ കുറച്ച് മുളകൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. എന്നെക്കാട്ടിയ ഹൈറ്റിലാണ് മുളക് തൈ നിൽക്കുന്നത്. ഇവിടെ പിന്നെ നമ്മുടെ പയറും പാവലും കൂടെ ഒന്നിച്ചാണ് ഞാൻ പടർത്തിയേക്കുന്നത്. സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ്. കണ്ടോ, നമ്മുടെ പാവലയിൽ ആദ്യത്തെ കായ കണ്ടോ, നോക്കിക്കേ, ആദ്യത്തെ പാവയ്ക്കായ. പിന്നെ പയറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, പയറൊക്കെ കിടപ്പുണ്ട്. നമുക്കിനി അത് വിളവെടുക്കാവേ. ഇനി ഇട്ടിരുന്നാൽ ചിലപ്പോഴേ മൂത്ത് പോകും. മഴയൊക്കെ ആയത് കാരണം എല്ലാത്തിനും വളർച്ച തീരെ കുറവാണ് ഞാൻ നോക്കിയിട്ട്. മറ്റേതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഞാൻ താഴെ നട്ടിട്ടുള്ള വഴുതനയാണ്. ഇതിലും പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റേതിനെ അപേക്ഷിച്ച് ഇതിന് ഇച്ചിരി വളർച്ച കുറവാണ്, താഴെ നട്ടുകൊണ്ടായിരിക്കും. ഇത് കണ്ടോ, എൻ്റെ നീലക്കാന്താരിയാണ്. കണ്ടോ, കുറച്ച് മുളകുകളൊക്കെ ഉണ്ടോ, നല്ല പഴുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വിളവെടുക്കണം, എന്നാലേ ഇതിൽ പുതിയ ശിഖരങ്ങളൊക്കെ പൊട്ടി മുളകുകൾ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ള ഒരു മുളക് ചെടിയാണ്. ഇഷ്ടംപോലെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എപ്സം സാൾട്ട് അടിച്ചായിരുന്നു. പക്ഷേ ഇതാണ്ട് കണ്ടോ, അതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ ചെടിക്ക് പ്രതിരോധശേഷി കുറഞ്ഞപ്പോൾ അടുത്ത ഒരു രോഗം വന്നിട്ടുണ്ട്, മുരടിപ്പ്. ഇതിന് പറ്റിയ നല്ലൊരു മരുന്ന് ഞാനിന്ന് പറഞ്ഞു തരുവാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഒരു 1/4 ടീസ്പൂൺ ഉണ്ടല്ലോ കുമ്മായം എടുത്തിട്ട് അതിൽ നമ്മുടെ കോൾഗേറ്റ് ഇല്ലേ, കോൾഗേറ്റും കലക്കി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കലക്കിയിട്ടുണ്ടല്ലോ, പിന്നെ നമ്മുടെ വേപ്പെണ്ണയും കുറച്ച് സോപ്പ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ടുണ്ടല്ലോ മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ അടിച്ചു കൊടുക്കാമെങ്കിലുണ്ടല്ലോ ഈ അസുഖം പോവേ. അതിന് മുമ്പായിട്ടുണ്ടല്ലോ ദാണ്ട് ഇതുപോലെ കുടിച്ച് നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ ആദ്യമേ അങ്ങ് പിച്ചി മാറ്റണേ. അതിന് ശേഷം ഉണ്ടല്ലോ ഇത് ഇലയുടെ അടിയിൽ വേണം സ്പ്രേ ചെയ്യാനേ. ഉണ്ടല്ലോ നമുക്ക് വിളവെടുക്കാതെ നമ്മുടെ പഴുത്ത് നിൽക്കുന്ന മുളകും പയറും വെണ്ടയും എല്ലാം വിളവെടുത്തിട്ട് കൊണ്ടുവന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതേ നമ്മൾ വിളവെടുത്ത സാധനങ്ങളാണ്. നമുക്കൊരു പിടി ചീര കിട്ടിയിട്ടുണ്ട്.
പിന്നെ നോക്കിക്കേ, ഒരു പാത്രം നിറയെ പച്ചമുളകും കാന്താരിയും പിന്നെ ഒരു 3-4 പയറും 2 പാവയ്ക്കായും 2-3 വെണ്ടയ്ക്കായും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വിഷവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്ത സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലുള്ള വിളവൊക്കെ കേട്ടോ നമ്മുടെ വീട്ടിലും കിട്ടണമെന്ന് ആഗ്രഹമില്ലേ? അങ്ങനെയാണെങ്കിലുണ്ടല്ലോ, ഞാൻ പറയുന്ന ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്കും ഇതുപോലുണ്ടല്ലോ ഇഷ്ടം പോലെ മുളകും ഇതുപോലെ ചീരയൊക്കെ നമുക്ക് വീട്ടിൽ വിളവെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ.